ബിഗ് ബോസ് മലയാളം സീസൺ 7 ഷാനവാസിന്റെ ഗ്രാഫ് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാം. ഓരോരുത്തരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു. ഷാനവാസ് അവിടെ കത്തിക്കേറുന്നു, തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലൈവില് നെവിനുമായിട്ടൊന്ന് ഒരസുന്നതായിട്ട് കണ്ടിരുന്നു. വമ്പൻ അടി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ ഗസ്റ്റ് വന്നിട്ട് നിന്നെ വലിച്ചു കീറി വിട്ടില്ലേ എന്നൊക്കെ ഷാനവാസിനോട് നെവിൻ പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നു, ഗസ്റ്റിനെ ഞാനാണ് വലിച്ചു കീറി കരയിപ്പിച്ച് വിട്ടിരിക്കുന്നത്. പിന്നെ ഇതൊന്നും ഒന്നും രണ്ടും പറഞ്ഞിങ്ങനെ ഒരു വഴക്കാവുന്നുണ്ട്. നിന്നെപ്പോ ഉള്ളവന്മാരെ വലിച്ചു കീറിയാൽ മാത്രമേ എനിക്ക് പ്രേക്ഷകരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് നെവിൻ പറയുന്നത്. എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആരുടെ വാക്കുകളാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആ ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസിലാണ് നെവിൻ ഈ ഒരു പ്രശ്നത്തെ ആളി കത്തിക്കുന്നത് എന്ന് സാരം. അല്ലാതെ മര്യാദയ്ക്ക് കട്ട് തിന്നും പിന്നെ ഇത്തിരി ഉടായ്പ കാണിച്ചും കോമഡി അടിച്ചും ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നെവിൻ. കുറെ പ്രേക്ഷകർക്ക് ഇഷ്ടവുമായിരുന്നു. അങ്ങ് പോയി കിട്ടി. പിന്നെ ഷാനവാസിന്റെ ഈ ഒരു ഗെയിം ഉണ്ടല്ലോ, അങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടുതീ പോലെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. നടത്തിയ ആരോപണങ്ങൾ ശരിയാണ് എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്, ഉറപ്പിച്ച് പറയുന്നുണ്ട്. നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് ഷാനവാസ് നിൽക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ തന്നെ എനിക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. എടാ ഷാനവാസേ, നിന്നെ ഉപയോഗിച്ച് ആദില നൂറ നിന്നെ വെറും പട്ടിയാക്കി വിട്ടില്ലേ? നിന്നെ യൂസ് ചെയ്ത് വെറും പട്ടിയാക്കി വിട്ടില്ലേ? ഗസ്റ്റ് വന്ന് നിന്നെ പൊളിച്ചില്ലേ? 15 വർഷം കൊണ്ട് നീ ഉണ്ടാക്കിയതൊക്കെ തീർന്നു എന്നൊക്കെയാണ് നെവിൻ പറയുന്നത്. വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പൊ ഷാനവാസ് ഓരോ ഗോഷ്ടിയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, വീണ്ടും പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. നെവിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനെ കൊണ്ട് എന്താണ് സംഭവം എന്നുള്ളത് പറയിപ്പിക്കണം. അതാണ് തോന്നുന്നു. അപ്പൊ നീ ഇതൊക്കെ ലാലേട്ടന്റെ മുന്നിൽ കാണിക്കുക എന്നൊക്കെ നെവിൻ പറഞ്ഞിങ്ങനെ വെല്ലുവിളിക്കുന്നൊക്കെയുണ്ട്. ഇതിനകത്തുണ്ടല്ലോ നെവിനും ഷാനവാസും രണ്ടുപേർക്കും നല്ല കോൺഫിഡൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നെവിന്റെ കോൺഫിഡൻസ് എന്താണ്? ലാലേട്ടനും ബിഗ് ബോസ് ടീമും നെവിന്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ് നെവിന്റെ കോൺഫിഡൻസ്. ഷാനവാസിന്റെ കോൺഫിഡൻസ് മലയാളി പ്രേക്ഷകര് ഷാനവാസിനെ കൈവിടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. രണ്ടുപേരുടെയും വിശ്വാസം അവരവരെ രക്ഷിക്കട്ടെ. അല്ലാതെ ഇതിനകത്ത് ഇപ്പൊ വേറെ എന്ത് പറയാനാണ്? ഓരോ വിഷവിത്തുകളെ ബിഗ് ബോസ് അതിനകത്ത് കയറ്റി വിട്ട് നല്ലപോലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും കൂടി ഈ ഗ്രാഫ് താഴോട്ടേക്ക് ആക്കാനായിട്ടാണ് ശ്രമിച്ചത് എന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. ഈ ആദിലയുടെയും നെവിന്റെയും ഒക്കെ പരിപാടി കംപ്ലീറ്റ്ലി വെടി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി വെറുപ്പിക്കലാണ് ഇവർ രണ്ടുപേരും അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവരുടെ കൂടെ കൂടി വേറെ പലരും ഇനി നെഗറ്റീവ് ആവാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതിൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും